ഞങ്ങൾ ക്രിസ്ത്യാനികൾക്ക് പെസഹ എന്ന് പറഞ്ഞൊരു പ്രധാനപ്പെട്ട ദിവസമാണ് കേട്ടോ. പെസഹായ്ക്ക് അപ്പവും പാലും ഉണ്ടാക്കലാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്നലെ രാത്രി തന്നെ പാതിര കുർബാനയൊക്കെ കൂടി തിരിച്ചു വന്നു കേട്ടോ. പിന്നെ ഇന്ന് രാവിലെ തന്നെ ഞങ്ങൾ അപ്പത്തിനുള്ള പരിപാടി തുടങ്ങി. സാധാരണ ഉച്ച കഴിഞ്ഞിട്ടാണ് അപ്പത്തിനുള്ള പരിപാടിയൊക്കെ തുടങ്ങാറ്. കാരണം രാത്രിയിലേക്കാണല്ലോ അപ്പവും പാലും ഒക്കെ വേണ്ടത്. അപ്പോൾ ഉച്ചത്തേക്കൊക്കെയാണ് തുടങ്ങാറ്. പക്ഷേ ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് നമുക്ക് പള്ളിയിലൊക്കെ പോകേണ്ട ഒരു ആവശ്യമുള്ളതുകൊണ്ട് എന്നാൽ പിന്നെ അപ്പമൊക്കെ നേരത്തെ ഉണ്ടാക്കി വെക്കാമെന്ന് ചോദിച്ചു. അതിൻ്റെ ഇടയ്ക്ക് ഒരാൾ സഹായിക്കാൻ വന്നതാണ് കേട്ടോ. വീഡിയോ എടുക്കുന്ന കണ്ടോടുകൂടി ആൾ സ്ഥലം വിട്ടു. ഇങ്ങനെയുള്ള വിശേഷപ്പെട്ട ദിവസങ്ങളിലൊക്കെ ഞാൻ എൻ്റെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ഓർക്കൂട്ടോ. ചെറുപ്പത്തിലേ ഉള്ള കാര്യങ്ങളെല്ലാം ഉണ്ടല്ലോ. അപ്പോൾ ഞങ്ങളുടെയൊക്കെ വീട്ടിൽ അന്നത്തെ കാലത്തൊക്കെ പെസഹ എന്ന് പറയുമ്പോൾ അതിൻ്റെ പാതിര കുർബാന രാത്രി 2 മണിക്കാണ്, വെളുപ്പിന് 2 മണിക്ക്. ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ തലേ ദിവസം സന്ധ്യയ്ക്ക് 6 മണിയൊക്കെ ആകുമ്പോൾ തുടങ്ങും, 10-11 മണിയൊക്കെ ആകുമ്പോഴേക്കും കഴിയും. അന്നൊക്കെ എന്ന് വെച്ചാൽ വെളുപ്പിന് 2 മണിക്ക് തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രാവിലെ 6 മണിയൊക്കെ ആകുമ്പോഴാണ് കഴിയുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ നേരെ വീട്ടിലേക്ക് വരുന്നു, ഓരോരോ കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ അങ്ങനെയൊക്കെയാണ്. അന്ന് നമുക്കൊന്നും അറിയാൻ പാടില്ല ഇതിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെ. വീട്ടിൽ മമ്മിയാണ് എല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. നമ്മൾ അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ ഇച്ചിരി സഹായിക്കും എന്നൊക്കെയാണ്. എൻ്റെ വീട്ടിലൊക്കെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു കേട്ടോ. കഷ്ടാനുഭവാഴ്ചയായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ TV കാണാൻ മേല, കളിക്കാൻ പോകാൻ മേല, അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ എന്താ ചെയ്യാൻ പറ്റുന്നത്? അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഇതേപോലെയുള്ള സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കും, തേങ്ങ ചിരണ്ടാനോ അങ്ങനെയൊക്കെ. പക്ഷേ ഇതൊക്കെ ഇത്രയൊക്കെ തേങ്ങ ചിരണ്ടിയും ഇത്രയൊക്കെ പണിയൊക്കെ ഉണ്ടെന്നുള്ള കാര്യം ശരിക്കും പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞ പിന്നെയാണ് കേട്ടോ അതേക്കുറിച്ച് ശരിക്കും അങ്ങ് അറിഞ്ഞത്. പിന്നെ ഈ തവണത്തെ പെസഹയ്ക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്യാസിൻ്റെ ലഭ്യതക്കുറവ് മൂലം നമ്മളെല്ലാം അടുപ്പത്ത് തന്നെയാണ് കേട്ടോ വെച്ചത്, വിറകടുപ്പിൽ. കാര്യം സാധാരണ ചുട്ടപ്പം മാത്രമാണ് വിറകടുപ്പിൽ ഉണ്ടാക്കാറുള്ളൂ. അപ്പോൾ ഈ തവണ ചുട്ടപ്പവും പുഴുങ്ങിയപ്പവും പാലും എല്ലാം നമ്മൾ വിറകടുപ്പിൽ തന്നെ ഉണ്ടാക്കി. അപ്പമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഒരു പങ്ക് എൻ്റെ വീട്ടിലേക്ക് കൊടുത്തു വിട്ടു കേട്ടോ. എനിക്കും പോകണം എന്നൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ സമയം കിട്ടിയില്ല. അപ്പോൾ ഒരു പങ്ക് ഞാൻ കൊടുത്തു വിട്ടേ. എല്ലാ വർഷവും അമ്മയുള്ളപ്പോൾ അപ്പമൊക്കെ ഉണ്ടാക്കാറുള്ളതാണ്, അപ്പവും പാലും ഒക്കെ ഉണ്ടാക്കാറുള്ളതാണ്. ഇത്തവണ ഇതിപ്പോൾ മമ്മിയില്ലാത്ത 3ാമത്തെ പെസഹയാണ്. അവിടെ പപ്പയും എൻ്റെ ആങ്ങളെയും മാത്രമേ ഉള്ളൂ. പിന്നെ അവർ അപ്പമൊന്നും ഉണ്ടാക്കാറില്ല. അപ്പോൾ നമ്മൾ ചുട്ട അപ്പവും അതുപോലെ തന്നെ പുഴുങ്ങിയ അപ്പവും ഓരോന്ന് വെച്ചിട്ട് അങ്ങോട്ടും കൊടുത്തു വിട്ടേ. ഈ ചുട്ട അപ്പം ഉണ്ടാക്കുന്നത് വലിയ ടാസ്ക്കാണ് കേട്ടോ. ഇതുപോലെ ഇങ്ങനെ ഉരുളി ചൂടാകുമ്പോൾ അതിലിങ്ങനെ പരത്തി വെച്ചിട്ട് പിന്നെ അതിൻ്റെ മുകളിലേക്ക് വേറെ ഒരു ചട്ടിയൊക്കെ വെച്ച് അതിൻ്റെ മീതെ കനലൊക്കെ ഇട്ട് ഇത്ര വലിയ ടാസ്ക്കാന്ന് പറഞ്ഞാലും ഇത് അങ്ങനെ ഒരു വലിയ ബുദ്ധിമുട്ടായിട്ടൊന്നും അങ്ങനെ തോന്നാറില്ല കേട്ടോ. അപ്പോൾ അപ്പം ഉണ്ടാക്കുന്ന പണിയെല്ലാം കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും കൂടെ പള്ളിയിലേക്കാണ്. പള്ളിയിൽ ഇന്ന് കാല് കഴുകൽ ശുശ്രൂഷയാണ്. 12 അച്ഛന്മാരുടെ കാല് തിരുമേനിയാണ് കേട്ടോ കഴുകുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ചടങ്ങിൽ പങ്കെടുക്കുന്നത്. 12 ശിഷ്യന്മാരുടെ കാല് യേശു കർത്താവ് കഴുകിയതിനെ അനുസ്മരിപ്പിക്കാൻ വേണ്ടിയാണ് ഈ ഒരു ചടങ്ങ്. ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ പെസഹ വിശേഷം. നിങ്ങളുടെയോ?